ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യം പൂക്കുന്ന നോമ്പുകാലത്ത് ക്രൂശിതനൊപ്പം യാത്ര ചെയ്യുന്ന നമുക്ക് ഗത്സമീനിലെ അവൻ്റെ സ്വരത്തിന് കാതോർക്കാം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോ തൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ വേളയിൽ ഇപ്രകാരം തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ലൂക്ക 22:42. തൻ്റെ ചങ്കിടിപ്പ് നന്നായി അറിയാവുന്ന പിതാവിനോട്, പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് കുരിശിലേക്ക് നടന്നു കയറിയ ഈശോയ്ക്ക് തൻ്റെതായ ഇഷ്ടങ്ങൾ ഇല്ലായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു അവിടുത്തെ ഇഷ്ടം. പിതാവിൻ്റെ ഹിതമായിരുന്നു അവിടുത്തെ ഹിതം. അതാണ് അവനെ കാലിത്തൊഴുത്തോളം ചെറുതാകാനും കുരിശോളം താഴാനും സഹായിച്ചത്. നോമ്പ് കാലം നമ്മയും ക്ഷണിക്കുകയാണ് പിതാവിൻ്റെ ഇഷ്ടത്തിന് ആമേൻ പറയാൻ. ദൈവപുത്രൻ്റെ അമ്മയാകുവാനുള്ള വിളിക്ക് പരിശുദ്ധ കന്യകാമറിയം ആമേൻ പറഞ്ഞതുപോലെ, ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകുവാനുള്ള ദൈവഹിതത്തോട് ഔസേപ്പിതാവ് ആമേൻ പറഞ്ഞതുപോലെയും ഈ നോമ്പ് കാലത്ത് ദൈവസ്വരത്തിന് ആമേൻ പറയുവാൻ ക്രൂശിതൻ നമ്മയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പച്ചയായ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം നമ്മുടെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ സ്വപ്നവും സ്വീകരിക്കുമ്പോൾ നാം അവിടെ നൽകുന്ന വില വളരെ വലുതാണ്. ആ നിമിഷങ്ങളിൽ ഗത്സമേനിലെ തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങിയ ക്രൂശിതൻ നമുക്ക് ശക്തി നൽകും. ക്രിസ്ത്യാനികരണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുന്നു: ദൈവമേ, അങ്ങ് വേണമെന്നും വേണ്ടെന്നും വെക്കുന്നത് ഞാനും എപ്പോഴും വേണമെന്നും വേണ്ടെന്നും വെക്കട്ടെ. ഒരു കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം: ദൈവകരത്തിൽ നിന്ന് ദൈവഹിതമായത് നാം സ്വീകരിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് സമാധാനവും ആനന്ദവും നൽകൂ. അതുമാത്രമേ സ്വർഗത്തിലേക്ക് നടന്നു കയറുവാൻ നമ്മെ സഹായിക്കൂ. ഈശോയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം: പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ആമേൻ.